നമ്മളെ കരയിപ്പിക്കേണ്ട ഒരു ആയത്ത്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു മനോഹരമായിട്ടുള്ള ആയത്ത്. ഈ ആയത്ത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. സൂറത്തുൽ ബലദ്. വേണ്ടാത്ത കാഴ്ചകൾ, അതായത് ഒരാളും കാണാതെ കഥകടച്ചിരുന്ന് ഒറ്റക്ക് തെറ്റ് ചെയ്യുന്ന ആളുകൾ, അവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ആയത്ത്. സൂറത്തുൽ ബലദ്, പരിശുദ്ധ ഖുർആനിലെ 90-ാമത്തെ അധ്യായം. സൂറത്തുൽ ബലദിലെ 7ഉം 8ഉം ആയത്തുകൾ നിങ്ങളൊന്ന് വായിച്ചു. അത്തരം ആളുകൾ അവർ വായിക്കേണ്ടതായിട്ടുള്ള ആയത്ത് 7-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അയഹ്സബു അല്ലം യറഉ അഹദ്. അവന് വിചാരിക്കുന്നുണ്ടോ അവനെ ആരും കാണുന്നില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അയഹ്സബു അല്ലം യറഉ അഹദ്. അവന് വിചാരിക്കുന്നുണ്ടോ അവൻ ഒരാളും കാണുന്നില്ലെന്ന്. അടുത്ത ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ട് അടുത്ത ആയത്തിൽ ഉടൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു. 8-ാമത്തെ ആയത്ത്, അലം നജ്അൽ ലഹു ഐനൈൻ. ഞാനല്ലേ അവൻ ആ 2 കണ്ണുകൾ നൽകിയത്. ഈ 2 ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ 2 ആയത്തുകൾ നമ്മൾ ചേർത്ത് വായിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, നിങ്ങൾ ഒരാളും കാണാതെ ഇരുന്ന് അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിക്കുന്നത് അല്ലെങ്കിൽ വേണ്ടാത്ത കാഴ്ച നിങ്ങൾ കാണുന്ന സന്ദർഭത്തിൽ നിങ്ങൾ മറക്കേണ്ടതില്ല, നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഒറ്റക്കല്ല, മറിച്ച് അല്ലം യറഉ അഹദ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതെങ്കിൽ അവന് വിചാരിക്കുന്നുണ്ടോ അവനെ ആരും കാണുന്നില്ലെന്ന്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്ത്, അലം നജ്അൽ ലഹു ഐനൈൻ. ഞാനല്ലേ നിങ്ങൾക്ക് ആ 2 കണ്ണുകൾ നൽകിയത്. അതായത് ഞാൻ നൽകിയ അതേ കണ്ണ് വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ എന്റെ ആ കൽപ്പന ധിക്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നൽകിയ അതേ അനുഗ്രഹം വെച്ചുകൊണ്ടല്ലേ ഈ രൂപത്തിൽ ഞാൻ വിലക്കപ്പെട്ട ആ കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കരുതുന്നുണ്ടോ ഒരാളും അത് കാണുന്നില്ലെന്ന്. വഹുവ മഅകും ഐനമാ കുൻതും. നിങ്ങൾ എവിടെയായിരുന്നാലും എത്ര വലിയ രഹസ്യത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിലും അല്ലാഹു നിങ്ങളുടെ കൂടെയും. ഈ രൂപത്തിൽ ഞാൻ തന്ന അതേ അനുഗ്രഹം വെച്ചിട്ട് എന്റെ കൽപ്പനകൾ നിങ്ങൾ ധിക്കരിക്കുന്ന സന്ദർഭത്തിലും ആ കാഴ്ച ഞാൻ തിരിച്ചെടുക്കുന്നില്ല. ആ കാഴ്ച എന്നുള്ള അനുഗ്രഹം ആ സന്ദർഭത്തിൽ ഞാൻ പിൻവലിക്കാതിരിക്കാനുള്ള കാരണം അതിൽ നിന്നും നീ പിന്മാറി എന്നിലേക്ക് മടങ്ങി വരുമെന്നുള്ള